അസ്സലാമലൈക്കും, എല്ലാവർക്കും താജ് ബസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ആ രഹസ്യം കണ്ടുപിടിച്ചു ഗൈസ്. എല്ലാവരും ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന രഹസ്യമായിരുന്നു. പക്ഷെ അതെങ്ങനെ കണ്ടുപിടിക്കണം എന്നായിരുന്നു എൻ്റെ വാശി. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് ക്യാരറ്റ് വേവിച്ചെടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ. അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് തൊലി കളഞ്ഞ് കരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് തിളച്ചെടുത്തിട്ട് പച്ചക്കറിയില്ലേ പെട്ടെന്ന് തന്നെ വെന്തിട്ടിക്കോളും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അധികം നമ്മൾ പച്ചക്കറി വേവിക്കരുതിട്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കണത്. ഇപ്പോൾ ഏകദേശം നന്നായിട്ടത് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒന്ന് തണിയാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ബദാമും കൂടി പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 25 കാഷ്യൂനട്ടും ഉണ്ടാവും, അത്രയും തന്നെ ബദാമും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഭയങ്കര പൗഡറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് കട്ടാക്കി എടുത്താണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചപ്പാത്തിക്കോലില്ലേ അത് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചടിച്ചിട്ടൊന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ലൂസ് വെള്ളം പോലെ ഉണ്ടാവരുത്. അപ്പോൾ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞിട്ട് വന്നോളും. ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റ് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തില്ലേ, ആ ക്യാരറ്റ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജ്യൂസ് അടിക്കുന്ന ജാറുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു പീസ് ഷമാമ് 2 കപ്പ് ഉണ്ടാവും കേട്ടോ അരിഞ്ഞെടുത്തത്, അത് നമുക്ക് ചേർക്കാം. 2 കപ്പിന് നല്ല പഴുത്ത പപ്പായയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് ചേർക്കാം. ഇങ്ങനെ 3 സാധനം പപ്പായ, ഷവായ, ക്യാരറ്റ് വേവിച്ചത് അതും കൂടിയാണ് കേട്ടോ നമ്മളിതിൽ ചേർക്കണത്. ഇനി നമുക്ക് ഇത് മാത്രമായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. എല്ലാവരും കൂടി ചേർത്ത് വരുമ്പോൾ ഇതൊന്നും അരിഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മളിതിൽ അടിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കണമല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഓഫ് ചെയ്തിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നെങ്കിലേ നമുക്കിതൊന്ന് അടിഞ്ഞു വരുള്ളൂ. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ അരഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കണത് എന്നറിയുമ്പോൾ നമ്മൾ നല്ല കട്ടിയാക്കി എടുത്ത് വെച്ച പാലില്ലേ, നമ്മൾ അടിച്ച് പരത്തിയ പാല്, അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും ബദാമും ഇല്ലേ അതും കൂടി ചേർക്കണം. ഇനി നമ്മൾ ചേർക്കണത് വാനില ഐസ്ക്രീമാണ് കേട്ടോ. നന്നായിട്ട് 1 കപ്പ് നിറയെ തന്നെ ചേർക്കണേ. അപ്പോഴാണ് എല്ലാത്തിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണത് എന്താണ് നമ്മൾ ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പം നമ്മൾ ഇത്രയും നേരം പഞ്ചസാര ഒന്നും ചേർത്തില്ല കേട്ടോ. നമ്മൾ മധുരത്തിന് ഇവിടെ പകരം ചേർക്കണത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാവരും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാവരും കൂടി മിക്സായിട്ട് വരുമ്പോഴാണ് ഇയാളൊരു സ്പെഷ്യലാവണത് കേട്ടോ. പൊതുവേ ഇത് കണ്ണൂരൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇതിൻ്റെ പേര് എന്നുള്ളത്. ഇനി നമുക്ക് ആദ്യം കുറച്ച് സബ്ജാ സീഡ് കുതിർത്തി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഗ്ലാസ്സിലേക്കാണ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് പോംഗ്രാനൈറ്റ് ചേർക്കാം. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. മുകളിലേക്കായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് കാഷ്യൂനട്ടും ബദാമും അതുപോലെ പോംഗ്രാനൈറ്റൊക്കെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ട് വരും. അപ്പോൾ കുറച്ചായിട്ട് ഞാനിതിൻ്റെ റെസിപ്പി തപ്പി നടക്കണം. അങ്ങനെ എനിക്കൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ.